നിർത്തോ. സോഡയാ സാറേ. രാജഗോപാൽ സാറേ, ക്ലബിലേക്കല്ലോ സോഡയാ. ജോണി സർ. സർ അയ്യോ, ചേട്ടാ, അടുക്കളയിൽ ആരുമില്ലല്ലോ. എല്ലാരും പ്രസംഗം കേൾക്കാൻ പോയേക്കുവാ. എളുപ്പമാവട്ടെ. കഴിക്കേ. വേഗം ഇറങ്ങി വാ. വാ, ഇനി വാ. ചെല്ല്, ഇതിലെ പോ. നീ എന്നാടാ ഇവിടുത്തെ സോഡ സപ്ലൈ തുടങ്ങിയത്? എന്നെ വലിപ്പിക്കാനുള്ള ഈ കളിയില് തനിക്കൊക്കെ പങ്കുണ്ടല്ലേ? വാടിയുടെ അണ്ണാ, അവളെ അങ്ങ് വിട്ടേക്ക്. വിട്ടു. 2 തവണ ഈ കൊച്ചുകാരനെ ഞാൻ ഫുള്ളായതാ. 2 താൻ എനിക്കിട്ട് വെച്ചു. ഇനിയും ഞാൻ ഇവിടെ വിടണമല്ലാടോ. പറയുന്ന കേക്ക്. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ഡേവിഡ്, തന്നെയും കൂടി ഞാൻ പൊക്കേണ്ടതാ. ഞാനത് ചെയ്യാത്തത് ഇപ്പോഴും നിന്നെ എന്റെ ഫ്രണ്ടായി കാണുന്നതുകൊണ്ടാ. വട്ടമ്പക്കല്ലേ, എനിക്ക് തനി പോലീസുകാരനാകേണ്ടി വരും. അതിനു മുമ്പ് ഞാനൊരു തനി കോട്ടയം കുഞ്ഞച്ചനാവൂ. സുഖു, സ്റ്റോർ റൂമിന്റെ വാല് തുറക്കണം. അടുത്തതായി നന്ദി പ്രകടനമാണ്. അതിനായി കോസ്മോ ക്ലബിന്റെ സെക്രട്ടറി ശ്രീ ഡേവിഡ് ജോൺ കൊട്ടാരത്തിലിനെ ക്ഷണിക്കുന്നു. നീതിപീഠത്തിന്റെ പരമോന്നതിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നിരവധി പേർക്ക് മുന്നിൽ അഭിഭാഷക വൃത്തിയുടെ അന്തസ് എന്നും ഉയർത്തിപ്പിടിച്ച് കർമ്മബദ്ധരായവരുടെ മുന്നിൽ ഞാൻ എന്താണ് പറയേണ്ടത്? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, നീതി പരിപാലന വ്യവസ്ഥയെ അത്യധികം ആദരിക്കുന്ന ഒരു സാധാരണ പൗരനായ ഞാൻ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളെ ആധാരമാക്കി, ശ്രേഷ്ഠരായ ചിലരുടെ പ്രസ്താവനകളെ ആധാരമാക്കി ചില സംശയങ്ങൾ ചോദിക്കുക. തെറ്റുണ്ടെങ്കിൽ ബഹുമാന്യ സദസ്സ് സദയം പൊറുക്കുക. ഈ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ സായുധ അക്രമി സംഘം പോലീസാണെന്ന് 40 വർഷങ്ങൾക്ക് മുമ്പ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന MN മുള്ള ഒരു വിധിന്യായത്തിലൂടെ പ്രസ്താവിക്കുകയുണ്ടായി. 40 വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിലെ സൊറാബുദ്ദീനെ അയൽ സംസ്ഥാനത്തിലെ മാർബിൾ ലോബിയുടെ വാടക കൊലയാളികളുടെ രൂപത്തിൽ വന്ന് കൊലപ്പെടുത്തിയത് അവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. സൈക്കിളിൽ ഡബിൾ പോകുന്നവന്റെ പോക്കറ്റിൽ കൈയിടുന്ന മണൽ മാഫിയാക്കാരന്റെ ടിപ്പർ ലോറി ഓരോ ട്രിപ്പടിക്കുമ്പോഴും ഊഴം വെച്ച് പിച്ചക്കാശ് വാങ്ങുന്ന ചില ഏമാന്മാരെ നമുക്ക് മാപ്പ് കൊടുത്തു വിടാം. പക്ഷേ FIR തിരുത്തി നിരപരാധിയെ അപരാധിയാക്കുന്ന പോലീസ് ക്രിമിനലുകൾ ഇന്നും കാക്കിയിട്ട് നമ്മുടെ നേരെ മീശ വിരിക്കുന്നുണ്ട്. ഇവിടെ ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കുറ്റം ഒരു കൊലപാതക കേസിലെ പ്രൈം അക്യൂസ്ഡിനെ സംരക്ഷിച്ചു എന്നതാണ്. കൊലപാതക കേസിലെ പ്രതി എന്ന് പോലീസ് പറയുന്ന പെൺകുട്ടിയെ സംരക്ഷിച്ചു എന്ന് ഞാനതിനെ തിരുത്തും. ആ പെൺകുട്ടിയെ ഈ സദസ്സിന് മുന്നിൽ ഞാൻ ഹാജരാക്കുന്നു. ബഹുമാന്യ നീതിപതികളെ, നിങ്ങൾ അതിന് സാക്ഷിയാണ്. ഡോക്ടർ ബെന്നി പോളിന്റെ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് തിരയുന്ന പെൺകുട്ടി ഇതാണ്. ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇവളെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അത് അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആകണമെന്ന് മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് മറ്റൊരു രക്തസാക്ഷിയാവാം. ബഹുമാനപ്പെട്ട സദസ്സിനെ ആ മഹത് വാക്യം ഞാൻ ഓർമ്മിപ്പിക്കുക. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും
ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഇങ്ങോട്ട് ഇറങ്ങടി, നടക്ക്. ധൈര്യം കൈവിടരുത്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടി, അങ്ങനെ കരുതിയാൽ മതി. എനിക്ക് ഒരു ധൈര്യമില്ല സാർ, ചേച്ചി പേടിയാവുക. ഈ ബൈബിള് വെച്ചോ, ഒരാശ്രയത്തിന് ഇതിൽ മനസ്സ് മുഴുകുമ്പോ ഒരു ധൈര്യം കിട്ടും. ചെല്ല്. പോളിന്റെ മകനെ കൊന്നതുകൊണ്ട് ലാഭം ആർക്കാ? ആ വഴിക്കുന്ന ആലോചിച്ചേ. ലാഭമെന്ന് പറഞ്ഞാൽ കടുത്തുരുത്തി രസ്യത്ത് അത് കണ്ണുവച്ചവനായിരിക്കും. അപ്പൊ അത് നഷ്ടപ്പെട്ടവനോ? അത് പ്രതികാരം കൂടാ. ഇരുന്ന കസേരന്ന് പിടിച്ച് പുറത്തോട്ടിട്ടതിന്റെ അരിശം. അതായത് തനിക്ക് കിട്ടാത്തത് നീയും തിന്നണ്ടെന്ന്. അപ്പൊ ഉമ്മച്ചൻ തന്നെ. ബെന്നി പോളിന്റെ കൊലപാതകം തിരക്ക് വേറൊരുത്തം നടക്കുന്നുണ്ടല്ലോ, അവന്റെ ചേട്ടച്ചാര് സേവിച്ചൻ. അവനെ ഒന്ന് കണ്ടാലോ? അവൻ ഇരിക്കുന്നിടത്ത് പോയി അവനെ ഒന്ന് കാണാം. ഒടേ തമ്പുരാന്റെ ഓരോരോ മറിമായങ്ങളെ. എന്റെ പിള്ളേരെ മീൻ മാർക്കലിട്ട് നീ തല്ലിയന് നിനക്കൊരു മറുപടി തരല്ലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ നീ ഇവിടെ. പുലിമടയെ കയറി വെട്ടാൻ മാത്രം ചങ്കുറപ്പുണ്ടോടെ ഇവിടെ നിനക്ക്? ജോസെ, ഗേറ്റ് അടയ്ക്കടാ. എന്റെ പൊന്ന് സേവിച്ച ഒരു നഖം വെട്ടി പോലും കൈ കരുതാതാ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. പറഞ്ഞു ഞാനങ്ങ് പോകും വന്ന പോലെ. ആ ഉറപ്പെനിക്കുണ്ട്. എടാ മോനെ, നിന്റെ അനിയൻ ചെറുക്കനെ ആര് തട്ടി അതറിയേണ്ടത് എൻ്റെ നിന്റെ ആവശ്യമാണ്. എനിക്ക് ആ പെങ്കൊച്ചിനെ രക്ഷിക്കണം. നിനക്കാണെ നിന്റെ കലി തീർക്കുകയും ചെയ്യും. ഒന്നിൽ ആ പണി നടത്തിയത്, അല്ലെങ്കിൽ ആര് പണിഞ്ഞു എന്ന് അറിയാവുന്ന ഒരുത്തൻ ഇപ്പോഴും കളത്തിന് വെളിയിലുണ്ട്. അതാരാ? ഉമ്മച്ചൻ. അവനോ? നീ പറയുന്ന നേരാന്നോ? അവന്റെ പണ്ടം തോണ്ടി ഞാൻ വെളിയിലിടും. അവനെ ഞാനൊന്ന് കാണാൻ തീരുമാനിച്ചു. അവന്റെ വായിന്ന് സത്യം പുറത്തു വരുമ്പോ നീ കൂടെ ഉണ്ടാവണമെന്ന് തോന്നി. എന്താ? ഞാൻ റെഡി. എന്നാ കേറ്. പാർട്ടി മുറിഞ്ഞ് 4-5 പീസായപ്പോഴൊന്നും നഷ്ടമില്ലാതിരുന്നത് അങ്ങനെയൊക്കെ മാത്രമാന്നേ MC പോളിന്. ഇനി ഒരു ലയനമുണ്ടായാൽ തന്നെ അങ്ങേരുടെ സർവാധിപത്യത്തിന് കീഴടങ്ങിക്കൊണ്ടായാൽ ഞാനും താനും ഒക്കെ മരണം വരെ മങ്കൊമ്പിൽ വീട്ടിന്റെ പരിത്തിരുന്ന് ചൊറി കുത്തേണ്ടി വരും. ഒരു ദാക്ഷിണ്യമില്ലാതെ എപ്പോ വേണേലും ചവിട്ടി താഴെ ഇടുകയും ചെയ്യും. എന്റെ അവസ്ഥ ഉണ്ടല്ലോ. ആ ചെക്കന്റെ മരണം ഒരു ഷോക്കായിട്ടുണ്ട്. പക്ഷെ കഴിവൻ എപ്പോ വേണേലും ആക്റ്റീവ് ആവും. താൻ എങ്ങനെ തെക്കുവടക്ക് നടക്കാതെ കൂടെയുള്ളവരെ പിടിച്ചു നിർത്ത്. തന്റെ സപ്പോർട്ടേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ട്, കോട്ടയത്തോ പാലായിലോ. എന്നിട്ട് തന്റെ സ്ട്രെങ്ത് മൂപ്പിലാണെന്ന് ബോധ്യപ്പെടുത്ത്. പിളർന്നാലോ? ഇനി പിളരാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. വരട്ടി കൂടെ തന്നെ നിൽക്കാൻ നോക്ക്. ലയനമായാലോ? ലയനമാവാം. നമ്മുടെ ഡിമാൻഡ്സ് പുള്ളിക്കാരൻ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ദിവസം. അതിന് എന്റെ കയ്യിൽ ചില പ്ലാനൊക്കെ ഉണ്ട്, വഴിയെ പറയാം. ആളൊന്നൊക്കെ 150 രൂപയും ബിരിയാണി പൊതി. എന്നാ ആളെ കൂട്ടി ശക്തി കാണിക്കണ്ടേ?
ഉമ്മച്ചന്റെ വണ്ടി ഇപ്പൊ വെളിയിലോട്ട് വരും. അയാൾക്ക് എന്നെ തമ്പാന്റെ വീട്ടിക്കാര്യം. എടാ, മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നീ ഇപ്പോഴും ശിശുവാ. നിന്റെ അപ്പൻ എന്ന് പറയുന്ന മലയെ തുറന്നു വീഴ്ത്താനാ ഈ പെരിച്ചാഴിയിൽ ഇടകിടക്ക് കാണുന്നത്. കോമൺ ഫാക്ടർ, കോമൺ എനിമി. അത് MC പോൾ മാത്രമാണ്. നീ ഉമ്മച്ചൻ ഇറങ്ങി. ആ കൈരളി ടിവിക്കാർ വന്നിരുന്നോ? ഇല്ല. അവരെന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വരുമെന്നാ പറഞ്ഞിരുന്നേ. ആ, അവരാണോ? നീ ഷടയെന്ന് ഒരു വിസ്കി ഇങ്ങട്. ടിവിക്കാരുടെ മുമ്പിൽ ഇരിക്കാനുള്ളതല്ലേ, ഇച്ചിരി ഉള്ളിലുണ്ടാവുന്ന നല്ലതാ. പോ. ഇതെന്നെ ഇത് സേവിച്ചനോ? ഡേവിഡ് അല്ലയോ അത്? എന്നതാ വിശേഷം? സേവിച്ച മോനെ, എനിക്കറിയാമല്ല. അതിപ്പോ പോലീസ് പിടിച്ച പെങ്കൊച്ചോ എന്നല്ലേ പോലീസ് പറയുന്നേ? എനിക്കൊന്നും അറിയാമേല. എന്റെ കർത്താവേ, ഇല്ലേ, MLA സ്ഥാനം തന്നതും പോൾ സാറ്, തിരിച്ചെടുത്തതും പോൾ സാറ്. ഇനി തല്ലല്ലേ കുഞ്ഞെ, ഞാൻ ചത്തുപോകും. അത് ഉമ്മച്ചൻ പറഞ്ഞ ന്യായോ? ഇനി എന്തല്ലേ ഉമ്മച്ചൻ മടിയാവും. വിട് സവിച്ച, വിട്. വാ പറയട്ടെ. സത്യത്തിൽ ആരാ പോൾ സാറിന്റെ മോനെ കൊന്നെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പൊ തന്റെയും കൂടെ. ഇവനല്ലേ ഈ സേവിച്ചൻ. ഇവനെയും കൊണ്ട് തന്നെ ഇനി ഇവിടെ വരുത്തരുത്. പട്ടിയെ തൊടലേന്ന് അഴിച്ചു വിടുന്ന പോലെ ഈ വിവരം കിട്ട ചെറുക്കിനെ തന്റെ ദേഹത്തോട്ട് ഞാൻ ഇറക്കി വിടും. ചെയ്യരുത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ താൻ എന്നെ അറിയിക്കണം. താനൊരു തുമ്പ് കൊണ്ട് തന്നാ മതി, ഞാൻ അതേ പിടിച്ച് കയറിക്കോളാം. കണ്ണട ഇവിടെ എന്നെ എടുക്കുക. കിടന്നുറങ്ങുവാണോ? ഇങ്ങോട്ട് നിറഞ്ഞു മാടി കുരിശേ. നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്ന? അയ്യോ, ഒരു മറയില്ലാത്തോണ്ട്. മറ ഇവിടെ പാല് കാണാനടി. ആ വെട്ടിറോഡ് ശാന്തി ഇടുക്കിക്കാർ ലേസമയൊക്കെ വെറും തോർത്തും കൊണ്ട് ഉടുത്തോണ്ടാ കുളി മേളമൊക്കെ. പോയി കുളിക്കാൻ നോക്കടി.